നമസ്കാരം. ശ്രീജേഷാണ്, ഫ്രണ്ട്സ് അക്കാദമി. ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതാൻ പേടിച്ച് മാറി നിൽക്കുന്നവരോടാണ്. നിങ്ങൾ ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ നാട്ടിൽ കുറേ ബി ക്ലാസ് കോൺട്രാക്ടർമാരുണ്ടാവും. ഒരു വലിയൊരു ആവേശത്തിൽ ബി ക്ലാസ് ഒരു സൂപ്പർവൈസറെയൊക്കെ കണ്ടെത്തി ബി ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസൊക്കെ എടുത്തിട്ട് 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ ആ ബി ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടാവും. കാരണം അദ്ദേഹം വെച്ച ബി ക്ലാസ് സൂപ്പർവൈസർ ഒന്നുകിൽ ഗവൺമെൻറ് ജോലി കിട്ടി പോയിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഗൾഫിലേക്കൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് പേരെന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ബി ക്ലാസ് കോൺട്രാക്ടർമാരുണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ പരീക്ഷ എഴുതാൻ തീരുമാനമെടുക്കുക. നമ്മൾ പുതിയ ബാച്ചുകൾ മാർച്ച് 23-നാണ് ആരംഭിക്കുന്നത്. അതുവരെ നിങ്ങൾ ആലോചിച്ചോളൂ. പുതിയ ബാച്ചുകൾ ഇന്നലെ തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇനി അടുത്ത ബാച്ച് മാർച്ച് 23-നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾ ആലോചിച്ചോളൂ. ഇതിൻ്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതാൻ തയ്യാറാവുക. നിങ്ങളതിനെ ഒരാളും നിർബന്ധിക്കില്ല, സ്വയം നിർബന്ധിക്കുക. നമ്മൾ പറയുന്നത് പോലെ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ആദ്യത്തെ അവസരത്തിൽ നിങ്ങളെ ബി ക്ലാസ് സൂപ്പർവൈസർ ആക്കിത്തരാം. ഓക്കെ, താങ്ക് യു.